ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിക്ക് എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ മെയിൻലി ചെസ്റ്റ് പെയിൻ ആയിരിക്കും, നെഞ്ച് വേദന, ഇല്ല ചിലർക്ക് ഒരു ബുദ്ധിമുട്ടുമായിരിക്കാം. നമുക്ക് എല്ലാം ടെക്സ്റ്റ് ബുക്ക് പറയുന്ന കൂട്ട് അല്ലെങ്കിൽ മീഡിയയിൽ പറയുന്ന കൂട്ട് ഒരു നെഞ്ച് വേദന ക്ലാസിക്കൽ ആവണമെന്നില്ല. ചിലർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കാം, ചിലർക്ക് ഒരു കെതുപ്പായിരിക്കാം, ചിലർക്ക് ഒരു ഗ്യാസ്ട്രൈറ്റിസ് പോലെ നെഞ്ചെരിച്ചിലായിരിക്കാം. അങ്ങനെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള സിംറ്റംസ് വരുവാണെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ വരിക. അതും കാത്ത് ലാബ് ഉള്ള ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ അപ്പം തന്നെ വരണം. അതും ഓൺ ദ സ്പോട്ട് വരണം. കാരണം നമുക്ക് ഈ ഡോർ ടു ബലൂൺ ടൈം എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. അത് 90 മിനിറ്റ്സാണ്. ആ 90 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ബ്ലോക്ക് തുറന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഹാർട്ടിൻ്റെ മസിൽസിന് ഡാമേജ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. നമ്മൾ എത്രത്തോളം ഡിലേ ചെയ്യുവാണ്, അത്രയും ഡിലേ എന്ന് പറയുമ്പോൾ ടൈം ഇസ് മസിൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എത്ര ടൈം നമ്മൾ ഡിലേ ചെയ്യുന്നു അത്ര സമയം നമ്മളെ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ പമ്പിങ് കുറയും. അത് ഭാവിയിൽ അത് പിന്നെ പ്രശ്നമാകും. ഞാൻ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എപ്പോഴും പറഞ്ഞു കൊടുക്കല്, ഇപ്പൊ നമ്മള് ചെടികളുണ്ടല്ലോ, അതെ, ചെടിക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. ആദ്യം വെള്ളം കിട്ടാതിരുന്നാൽ ചെടി ഒന്ന് വാടും. അതെ. പിന്നെയും വെള്ളം കിട്ടാതിരുന്നാൽ ചെടി കരിയും. അതെ. ഈ വാടി നിൽക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം തിരിച്ചൊഴിച്ചു കൊടുത്താൽ ചെടി നേരായി വരാനുള്ള സാധ്യതയുണ്ട്. സോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര വെള്ളം ഒഴിച്ചിട്ടും ഒരു കാര്യമില്ല. രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ഒഴിച്ചത് വെള്ളമാണ്. പക്ഷെ ആദ്യത്തെ സിറ്റുവേഷനിൽ സമയത്ത് ഒഴിച്ച്, മറ്റേ സമയത്ത് സമയം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും പേഷ്യൻസ് വന്ന് നോക്കും, അവർക്കും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഇവർക്കും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഇവർക്ക് പമ്പിങ് കൂടുതലുണ്ട്, ഇവർക്ക് പമ്പിങ് കുറവാണ്. ഇതെല്ലാം സമയമാണ് അതിൽ മെയിൻ. അപ്പൊ നമ്മളൊരു ഒരാൾക്ക് അറ്റാക്ക് വന്നു, ഒരു നെഞ്ഞുവേദന വന്നാൽ എത്ര സമയം കൊണ്ടാണ് ഒരു ഡാമേജ് സ്റ്റാർട്ട് ചെയ്യുക? ഡാമേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലോക്ക് വന്ന ശേഷം ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഡാമേജ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എല്ലാ മിനിറ്റിൽ ഡാമേജ് ഇങ്ങനെ കൂടി വരും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ എത്ര വേഗം വരാൻ പറ്റുമോ അത്ര വേഗം വരണം ആശുപത്രിയിൽ. വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്താണ് ബേസിക്കലി ചെയ്യുന്നത്? പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബ്ലോക്കിൽ കാനുല ഇടും. ഒരു കാനുല ഇട്ടിട്ട് അതിൽ കൂടെ ഒരു വയറ് പാസ് ചെയ്യും നമ്മൾ രക്തക്കുഴലിലോട്ട്. എന്നിട്ട് ഒരു ബലൂൺ ഇട്ട് അത് വീർപ്പിക്കും. അപ്പോൾ ആ ബ്ലോക്ക് നമ്മൾ മാറ്റുകയാണ്. ബ്ലോക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ബ്ലഡ് കട്ടിയാവുന്ന ഒരു ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ബലൂൺ ഇട്ട് അത് വീർപ്പിക്കുക. അപ്പോൾ ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം. ഫ്ലോ വന്നാലെയാണ് ആ മസിൽസിന് ബ്ലഡ് സപ്ലൈ കിട്ടുള്ളൂ, മസിലിന് പമ്പിങ് കൂടത്തുള്ളൂ. അപ്പോൾ അതാണ് ബേസിക് പ്രൊസീജിയർ. അത് നമുക്ക് എത്ര വേഗം ചെയ്യണം, അത് ചെയ്യുന്ന കാത്ത് ലാബ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ചെയ്യും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വരുന്നൊരു ഹാർട്ട് അറ്റാക്കുകളും എല്ലാവർക്കും പേടിയാണ്. കാരണം എപ്പോഴാണ് ഇത് വരുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഹാർട്ട് അറ്റാക്ക് കറക്റ്റ് സമയത്ത് ചികിത്സിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ഡോക്ടർ കാത്രീൻ പറഞ്ഞു തന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ രോഗിക്ക് ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് മനസ്സിലായാലല്ലേ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എന്ത് ലക്ഷണങ്ങളാണ് ഹാർട്ട് അറ്റാക്കിന് ഉണ്ടാവുക, എന്ത് ലക്ഷണങ്ങൾ കണ്ടാലാണ് ആ രോഗി ഹോസ്പിറ്റലിലേക്ക് വരേണ്ടത്? അതൊന്ന് ഡോക്ടർ ജാസിം. ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നെഞ്ചുവേദനയാണ്. പക്ഷേ എല്ലാ നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്കാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ചില ആൾക്കാർ നെഞ്ചുവേദന വന്നിട്ട് നല്ല കഠിനമായ നെഞ്ചുവേദന ഒരു 10-20 മിനിറ്റോളം നെഞ്ചിങ്ങനെ പിടിച്ചു നിൽക്കുന്ന കഠിനമായ ഒരു ഭാരം നിൽക്കുന്ന ഒരു വേദനമായിരിക്കും ഇത് യൂഷ്വലി ഉണ്ടാകും. പലപ്പോഴും ഈ ഇതൊരു മിസ്നോമറും കൂടിയാണ് അല്ലേ? നെഞ്ചു വേദന എന്ന് പറയുമ്പോൾ നമ്മൾ കൈ മുറിയുമ്പോഴൊക്കെ വേദന പോലത്തെ ഒരു വേദന വരും എന്നാണ് പലപ്പോഴും ആൾക്കാർ വിചാരിക്കുക. അതേപോലെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ഭയങ്കര കടുത്ത വേദനയാണ് ഹാർട്ട് അറ്റാക്ക് എന്നാണ്. അല്ലല്ലോ, ചെറിയൊരു അതുപോലെ ഒരു പുകച്ചിൽ പോലത്തെ ഒരു ബേണിംഗ് സെൻസേഷൻ, അതായത് ഒരു പുകച്ചിൽ നീണ്ടുനിൽക്കുന്ന ഒരു പുകച്ചിലായിട്ടായിരിക്കും ഉണ്ടാകുക. അതിന്റെ കൂടെ തന്നെ പല ലക്ഷണങ്ങളും ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. അങ്ങനെയാണ് യൂഷ്വലി പറയുന്നത്. ഈ നെഞ്ചുവേദന വരുമ്പോൾ ആ വേദന കയ്യിലേക്ക് ഇല്ലേ ലെഫ്റ്റ് ഹാൻഡിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് പോലെ തന്നെ റൈറ്റ് ഹാൻഡിലും അത് എന്തായാലും പിന്നെ ഏറ്റവും കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് യൂഷ്വലി പ്രാക്ടീസിൽ കണ്ടുവരുന്നത് ഈ കഴുത്തിലേക്കും താടിയലിന്റെ ഭാഗത്തേക്കും ഇത് പകർന്നു വരുന്നതാണ് കാണുന്നത്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് മിക്കവാറും നെഞ്ചുവേദന, അത് ഹൃദയ സംബന്ധമായിട്ടുള്ള നെഞ്ചുവേദന തന്നെയാണുള്ള സാധ്യത. ഇതിന്റെ കൂടെ തന്നെ ആ രോഗികൾക്ക് പെട്ടെന്ന് ഭയങ്കര വേർപ്പ്, നല്ല കഠിനമായ വേർപ്പ് ഉണ്ടാകാം. അതിന് കൂടെ ഓക്കാനും ഛർദി ഇങ്ങനത്തെ കുറച്ച് ഓട്ടോമിക് സിംറ്റംസ് എന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടി ഉണ്ടാകും. ഇതെല്ലാം പ്രധാനമായ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഇല്ലാതെയും നെഞ്ചുവേദന വരാറുണ്ട്. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ നമ്മൾ പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കരുത്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ മിസ്സായി പോകുന്നതാണ് നമ്മൾ പ്രായപ്പെട്ട നമ്മൾ ഉമ്മമാരും വയോധികന്മാരെല്ലാം ഉണ്ടാവില്ല, അവര് പിന്നെ ഷുഗർ പേഷ്യൻസ്, അതായത് പ്രമേഹ രോഗമുള്ള ആൾക്കാർ. ഇവർക്ക് യൂഷ്വലി നെഞ്ചുവേദന തന്നെ വരണമെന്ന് നിർബന്ധമില്ല, മനസ്സിലായി. അവർക്കൊരു പെട്ടെന്നുള്ളൊരു ക്ഷീണം, ഇല്ലെങ്കിൽ ഭയങ്കര വേർപ്പ്, ഇല്ലെങ്കിൽ ഒരു കൈക്കടച്ചിൽ, ആ രീതിയിൽ മാത്രം തന്നെ ആയിട്ടും അത് വരാൻ സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ രണ്ടെണ്ണമാണ്. ഒന്ന്, അറ്റാക്കുള്ള പേഷ്യന്റ് നേരം വൈകി വരുന്നു. രണ്ട്, ഒരു പ്രശ്നമില്ലാത്ത പേഷ്യന്റ് അറ്റാക്ക് ആണോ സംശയിച്ച് ഇടക്കിടക്ക് വരുന്നു. അതൊരു പ്രശ്നമാണ്, മനസ്സിലായില്ലേ? അപ്പം അറ്റാക്കുള്ള രോഗിയിലെ ഫസ്റ്റ് അവര് ഒരു പ്രയാസം തോന്നി, ഇതുവരെ അനുഭവിക്കാത്ത ഒരു പ്രയാസം
നെഞ്ഞത്ത് അനുഭവപ്പെടുന്നു. അപ്പോൾ പലപ്പോഴും അവർ ചോദിക്കുമ്പോൾ എന്താ നേരം വൈകി വെച്ചപ്പോൾ അവർ പറയും ഗ്യാസ് ആണെന്ന് വിചാരിച്ചു. അല്ലെ, എല്ലാവരും പറയല് ഗ്യാസ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധാരണ അവരോട് അപ്പം തന്നെ ചോദിക്കും, നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഗ്യാസ് ഉണ്ടായിരുന്നോ? അപ്പോൾ ഒരു മുമ്പ് ഗ്യാസ് ഉണ്ടായിട്ടുണ്ട്, അത് ഇതുപോലെയാണോ? അത് ഇതുപോലെ. അപ്പോഴാണ് അവർ ആലോചിക്കുക, ശരിയാണ്, ഇതുപോലത്തെ ഒരു ഗ്യാസ് ഇതുവരെ വന്നില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ ഫേസ് ചെയ്യാത്ത, നമ്മൾ അനുഭവിക്കാത്ത ഒരു ലക്ഷണം നെഞ്ഞിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഭാരം മാതിരിയോ ഗ്യാസ് മാതിരിയോ പുകയുന്ന മാതിരിയോ കഴുത്തിലേക്കോ കയ്യിലേക്കോ ബാക്കിലേക്കോ വരുന്ന പോലെയോ ക്ഷീണോ വയർപ്പോ ഒക്കെ ഒരാൾക്ക് കാണുകയാണെങ്കിൽ അതൊരു 5 മിനിറ്റിൻ്റെ മേലൊക്കെ നിന്നാൽ പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുക തന്നെയായിരിക്കും. ഏത് നെഞ്ചുവേദന വന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് പരിശോധിക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. പരിശോധനയിൽ അതേസമയം അതിന്റെ മറ്റേ ആസ്പെക്ട് ചോദിക്കാം. നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന വേറൊരു ഇഷ്യൂ, ഇപ്പൊ നമ്മൾ എപ്പോൾ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണം കണ്ടാൽ ഹോസ്പിറ്റലിൽ വരണം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു മൊത്തത്തിൽ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ പറഞ്ഞു. എപ്പോൾ വരണ്ട, ഹോസ്പിറ്റലിലേക്ക് ഒരാൾ വരണ്ട, ഏത് നെഞ്ഞുവേദനക്ക് വരണ്ട എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? വളരെ മിനിമം ആയിട്ടുള്ള ചെറിയ സമയം മാത്രം നീണ്ടുനിൽക്കുന്ന ചെറിയ വേദന, ഒരു മിനിറ്റ് ഒരു 1 to 3 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് കാണിക്കും. അതിന് ചുവടെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒരു മിന്നൽ പോയി ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരു വേദന മിന്നൽ പോലെ പോയി, ഭയങ്കര കൊളത്തി പിടിക്കണ വേദന ഒരു 10 സെക്കൻഡ് ഉണ്ടായിരുന്നു, അതിനൊന്നും ശരിക്കും ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ് കൂടുതൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കാണിക്കാം, നമുക്ക് നോക്കാം. ഒരു മിനിറ്റിൽ കൂടുതൽ ഒരു വേദന ഉണ്ടെങ്കിൽ പിന്നെ റിസ്ക് എടുക്കണ്ട, ഒന്ന് ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്യണം നല്ലത്. അപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ 1 മിനിറ്റിന്റെ ചോടുള്ളത് ഡ്രോപ്പ് ചെയ്യാം, 1 മിനിറ്റിന്റെ മേലുണ്ടെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ ഷെഫീഖിനോടാണ് ചോദിക്കുന്നത്, ഒരു പേഷ്യൻറ്റിന് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യാം? ഇപ്പോൾ നമുക്കൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഗതികേടാണ്, നമ്മളൊരു കഷ്ടപ്പാടുള്ള ഒരു അസുഖമാണ്, ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്ന അസുഖമാണ്. വന്നു കഴിഞ്ഞാലുള്ള ചികിത്സാ രീതികൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചികിത്സയും നമ്മളിവിടെ കൊടുക്കുന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ സ്റ്റിൽ അത് വരാതെ നോക്കുക തന്നെയാണ് നല്ലത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പേഷ്യൻസിനെ നമുക്ക് പ്രധാനമായിട്ട് 2ആയിട്ട് തിരിക്കാം സാറേ. ഒന്ന് ഓൾറെഡി അറ്റാക്ക് വന്ന ആളാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റിയോ കഴിഞ്ഞ ആളുകൾ ഒരു കാറ്റഗറി. 2 വരാൻ ചാൻസ് ഉള്ള, അതെ, ഇതുവരെ വന്നിട്ടില്ലാത്ത അസുഖം ഇതുവരെ വന്നിട്ടില്ല പക്ഷെ വരാൻ സാധ്യതയുള്ള ഒരാളുകൾ. അതിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ട്, ഒന്ന് ഓൾറെഡി വന്ന ആളുകളാണെങ്കിൽ പ്രധാനമായിട്ടും അവരുടെ നമ്മൾക്കിപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ നിർബന്ധമായിട്ട് അത് തുടരുക. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ആളുകൾ തുടക്കത്തിലൊക്കെ കുറച്ച് മെഡിസിൻ കഴിച്ച് കഴിയുമ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഒരു 6 മാസം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഒരു 5 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇനി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് അവർക്ക് തോന്നിപ്പോവും. ആ സമയത്ത് അവർ മെഡിസിനിൽ ഒരു അശ്രദ്ധ കാണിക്കും. ആ അശ്രദ്ധ കാണിക്കുമ്പോഴേക്കും അടുത്ത അറ്റാക്ക് വരും. വന്നു കഴിയുമ്പോൾ പിന്നെയും സങ്കടമായി, ഇത് പിന്നെയും വന്നല്ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് മരുന്ന് പ്രോപ്പറായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു മരുന്ന് പോലും നിർത്തരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2 അവരുടെ ഭക്ഷണമാണ് സാർ. ഭക്ഷണം നമ്മൾ ഫാറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. 3 നമ്മളുടെ പമ്പിങ്ങിനനുസരിച്ചുള്ള നമ്മളെ എക്സസൈസുകളാണ്. അതായത് പമ്പിങ് കുറഞ്ഞ ആളുകൾക്ക് നമ്മൾ എക്സസൈസുകളിൽ ചെറിയ നിയന്ത്രണങ്ങൾ വെക്കുകയും, അതായത് പമ്പിങ് അത്യാവശ്യമുള്ള ആളുകൾക്ക് സാധാരണ പറയണ ഒരു ½ an hour സ്പീഡിൽ നടക്കുന്ന ഒരു എക്സസൈസ് ആണ് നമ്മൾ എല്ലാവരോടും പറയണത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, കളിക്കാൻ പോകരുത്. ഈ ബാഡ്മിൻ്റൺ, ഫുട്ബോള് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നല്ലതല്ല. കാരണം വെച്ചാൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ ഒരു പരിധി വിട്ട് കൂടാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു 130 സ്പീഡ് വെച്ച് അതുപോലെ വാച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹാർട്ട് റേറ്റ് ഒരു 130 ആണെങ്കിൽ സേഫാണ്. പെട്ടെന്ന് ഷട്ടിലൊക്കെ കളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ് ഒറ്റയടിക്ക് 180 190 പോകും. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിലല്ല നമുക്ക് കളിക്കാം. അപ്പോൾ നമ്മൾ നടക്കാൻ പോകുമ്പോൾ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. മറ്റേ ഷട്ടിൽ കളിക്കുമ്പോൾ മറ്റാൾ ഭയങ്കര സ്പീഡിൽ അടിച്ചാൽ നമ്മളും അതേ സ്പീഡാകുമ്പോൾ ഹാർട്ട് റേറ്റ് കയറിപ്പോവും. അപ്പോൾ അപകടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പൊതുവേ നമ്മൾ കൺട്രോൾഡ് എക്സസൈസ്, അതായത് നമ്മൾക്ക് കൺട്രോളുള്ള എക്സസൈസുകളിലാണ് ഫോക്കസ് കൊടുക്കണേ. അൺകൺട്രോൾഡ് എക്സസൈസ് ആയിട്ടുള്ള സ്പോർട്സിന് നമ്മൾ വല്ലാണ്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇനി വരാത്ത ആളുകളിലുള്ള കഥ, നമ്മളെ പേഷ്യൻസിന് കോമോർബിഡിറ്റി എന്ന് പറയും നമ്മൾ സാധാരണ, അതായിട്ടുള്ള ഷുഗർ, ഡയബറ്റീസ് ഉള്ള, പ്രമേഹമുള്ള രോഗികൾ, 2 ഹൈപ്പർ ടെൻഷൻ. പ്രമേഹമുള്ള രോഗി ഇപ്പോൾ അത് കേൾക്കുന്നുണ്ടാവും. അവരെന്ത് ചെയ്യണം? അവരുടെ ഒരു ക്രൈറ്റീരിയ എനിക്ക് തോന്നുന്നത് HbA1c ഒരു ക്രൈറ്റീരിയ ആക്കി വെക്കാം. അതെ, HbA1c അതിന്റെ വാല്യൂ പറയുകയാണെങ്കിൽ 7ന്റെ താഴെ നമ്മൾ 3 മാസത്തെ ആവറേജ് ഷുഗർ HbA1c എടുത്താൽ 7ന്റെ ചോടെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം കൊളസ്ട്രോളിന്റെ കാര്യം. അത് LDL എന്ന് പറഞ്ഞ ഒരു കൊളസ്ട്രോൾ ഉണ്ട്. അത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളുകളിൽ 55ന്റെ താഴെ, ആൻജിയോപ്ലാസ്റ്റി കഴിയാത്ത ആളുകളിൽ നമ്മൾ 70ന്റെ താഴെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് ഇപ്പോൾ ഒരു ഹാർട്ടിന് റിസ്ക് ഉള്ള ഒരാൾ അറ്റാക്ക് വരാതിരിക്കണമെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ 70ന്റെ ചോടെ LDL കീപ്പ് ചെയ്യാം.
അതേസമയം ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ കഴിഞ്ഞ ഒരാൾ 55ന്റെ ചുവടെ LDL നോർമലി 130 എഴുതിയിട്ടുണ്ടാവും. ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ലാബിൽ 130 ഇപ്പുറത്ത് എഴുതിയത് കണ്ടിട്ട് കൊളസ്ട്രോൾ കുറവാണെന്ന് പറഞ്ഞ മെഡിസിൻ നിർത്തി വരുന്ന ആളുകളുണ്ട്. അത് വരരുത്, അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? പിന്നെ പ്രഷറുള്ള ഹൈപ്പർ ടെൻഷൻ കൺട്രോളാണ്. കറക്റ്റ് മെഡിസിൻസ് കഴിച്ച് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി. അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു സ്ക്രീനിങ്. അതായത് പാരമ്പര്യം. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ പാരൻസിന് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ബ്രദറിന് അറ്റാക്ക് വന്നു, അമ്മാവന്മാർക്ക് അറ്റാക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫാദറിന്റെ ബ്രദറിന് അറ്റാക്ക് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ റിസ്ക് കൂടുതലാണ്. അപ്പോൾ അവർ ആദ്യത്തെ അറ്റാക്ക് അടിക്കാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് തന്നെ അവർക്ക് സ്ക്രീനിങ് ചെയ്തായിരുന്നു. അതെ, അതിപ്പോൾ നല്ല ഹൈ റിസ്ക് ഒക്കെ ആണെങ്കിൽ ശരിക്കും തോന്നുന്നു CT ആൻജിയോഗ്രാം ഒക്കെ ആയിരിക്കും കുറച്ചും കൂടി നല്ലതാണ്. കാരണം TMTയിൽ എല്ലാ ബ്ലോക്കും കിട്ടിക്കോളണം. അപ്പോൾ CT ആൻജിയോഗ്രാം പോലത്തെ ഒരു സ്ക്രീനിങ് നടത്താം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ റെഗുലർ എക്സസൈസ് ചെയ്യുന്നു, ഫുഡ് കൺട്രോൾ ചെയ്യുന്നു, നമ്മളെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്യുന്നു, റിസ്ക് കൂടുതലുള്ള ആളുകൾ നേരത്തെ തന്നെ CT ആൻജിയോഗ്രാം കണ്ടെത്തി ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടെത്തി അതിനനുസരിച്ച് മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഹാർട്ട് അറ്റാക്കുകളും അതുപോലെ സഡൻ ഡെത്തുകളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്ന അസുഖം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കുകളാണ്. ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് ഹാർട്ട് അറ്റാക്കാണ്. കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് മരണങ്ങൾ മുമ്പൊക്കെ 60 വയസ്സിലും 70 വയസ്സിലും ഒക്കെ ആയിരുന്നത് ഇപ്പോൾ കുറഞ്ഞു വരിക. അപ്പോൾ എനിക്ക് തന്നെ, ഞാൻ കഴിഞ്ഞൊരു 12 വർഷം മുമ്പ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അന്ന് 60കളിലാണ് ഹാർട്ട് അറ്റാക്കും നമ്മളൊക്കെ CD കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ആളുകളുടെ CD ഒക്കെ. ഇന്നൊക്കെ കൊണ്ടുവന്ന CDകളൊക്കെ 53 വയസ്സ്, 48 വയസ്സ്, 47 വയസ്സുള്ള ആളുകളുടെ CD ആണ്. ആ CD എന്ന് പറയുന്നത് അവരോട് ബൈപ്പാസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്ക് അവർക്ക് 40കളിലോ 30കളിലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പം ബ്ലോക്ക് ഭയങ്കരമായിട്ട് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടാതിരിക്കാൻ ഓരോരുത്തരും അവരവരുടെ ആരോഗ്യം നോക്കുക, അവരുടെ ഭക്ഷണ രീതികൾ, എക്സസൈസ്, റിസ്ക് കൂടുതലുള്ള ഫാമിലിയുള്ള ആൾക്കാരാണെങ്കിൽ CT ആൻജിയോ, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ CT ആൻജിയോ നോക്കിയിട്ട് നേരത്തെ കണ്ടെത്തുക. അതേപോലെ ഓൾറെഡി അറ്റാക്ക് വന്ന രോഗികൾ വീണ്ടും ആ ബ്ലോക്ക് വരാതിരിക്കാൻ മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു, നിങ്ങളിങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും ബ്ലോക്ക് വന്നു പോയെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ടെക്നോളജികളുണ്ട്. ആ ടെക്നോളജീനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ആളുകൾക്ക് ഒരു സമാധാനം കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.